ആഹാ ചേച്ചി ഇതെന്തിനാ ഇവിടെ ഈ ചരണ്ടിക്കൊണ്ടിരിക്കുന്നത്? ആ കപ്പയ്ക്കകത്തെ കാടി എത്താനല്ലേ ചേച്ചിയെ വിളിച്ചത്? ആ പിന്നെ പിന്നെ ഈ ഇവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്ന എന്നത്തിനാ? എനിക്ക് ഇവിടെ നീ എത്തണമെന്ന് തോന്നി. ഇവിടെ ചിലരോ ഒന്ന് ചെത്തിയിട്ടാ ഞാൻ കപ്പയ്ക്കകത്തോട്ട് മാറുന്നുള്ളൂ. ഇവിടെ ഒന്നും ചെയ്യണ്ട. ഇവിടെ ഒരു സാധനവും ഇല്ല. അതേ കപ്പയാണ് കാട് പിടിച്ചതേ കിടക്കുന്ന കണ്ടോ? അത് ഞാൻ കണ്ടു, എന്റെ കണ്ണ് കാണുന്നുണ്ട്. എനിക്ക് ഇവിടെ ഒന്ന് കളയ്ക്കേണ്ട ആവശ്യമുണ്ട്. പറയുന്ന പണി എടുത്താ പോരെ? പറയുന്ന പണി തന്നെ എടുക്കാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല ഞാൻ. അത് കൊള്ളാലോ. ആ ഈ കപ്പയ്ക്കകത്ത് മൊത്തം തെളിക്കാനുണ്ട്. അതിനാണ് കപ്പയ്ക്കകത്ത് മൊത്തം ഞാനിപ്പോ ഒറ്റ ദിവസം കൊണ്ട് തെളിക്കാൻ വന്നിരിക്കുന്നതല്ല. ഒറ്റ ദിവസം കൊണ്ടല്ല, 2 ദിവസം എടുത്തോ. അതിന് ഇവിടെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന എന്തിനാന്ന് ഞാൻ ചോദിച്ചത്. എനിക്ക് ചൊറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ എന്തോ ഒരു സാധനമുണ്ട്. എന്ത് സാധനം? അതെന്താന്നിപ്പോ എന്നത്തിനാ നീ അറിയുന്നത്? അത് എന്നാന്നൊന്ന് നോക്കട്ടെ ഞാൻ. എന്നിട്ട് പിന്നെ അത് കൊള്ളാം. കപ്പയെ പണിയെടുക്കാൻ വിളിച്ചതാണേ. വൈകുന്നേരം ആകുമ്പം കൂലി എണ്ണി അങ്ങ് കൈ തരണ്ടല്ലേ? ചുമ്മാ വെക്കുകയല്ല. ഇവിടെ എന്ത് സാധനം ഉണ്ടെന്നായി പറയുന്നത്? കിട്ടിപ്പോയി. അയ്യേ, കിട്ടിപ്പോയി. എന്നതാ അത്? ഇത് കണ്ടോടി. ആ, എന്താ അത്? എന്നതാന്ന് വിചാരിച്ചാ അത്? ഇതിനകത്ത് പിന്നെ നിധി പോലുള്ള എന്തോ സാധനം. ആ നിധിയാ, പിള്ളേര് തിന്നേച്ചിട്ട് ഐസ്ക്രീമിന്റെ ബോളാണ്. നീ വന്ന് നിന്റെ ആ തിരുവാ കൊണ്ട് എഴുന്നള്ളിച്ചോണ്ട് അത് ആവിയായി പോയെന്ന് തോന്നുന്നു മേലോട്ട്. ആ, ആവിയായി മേളിലേക്ക് പോയെങ്കിൽ ചേച്ചി തൂമ്പായിട്ട് പോയി നോക്ക്. ആവി പോയ പുറകെ ബുദ്ധിമുട്ടിയത്. മര്യാദയ്ക്ക് പോയി കപ്പയിലെ കാട് കൊത്തി ചേച്ചി. കൊത്തി തൂമ്പായിട്ട് വന്ന് ഇവിടെ. എന്തൊരു കഷ്ടമായി പോയെന്ന്. അയ്യോ, എന്തേലും ഒരു പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. പറയുന്നത് ചെയ്യല, സമയം കളയാൻ ഓരോന്നും കൊണ്ട് ഇങ്ങനെ നിന്നോളൂ. എന്നാ പിന്നെ പറയുന്നത് പോലെ ചെയ്യുന്നവരെ നീ വിളിച്ചോ. ആ, ഇനി ആയിക്കോട്ടെ. ആ, ഇനി ആവട്ടെ കേട്ടോ. ആ, ചുമ്മാ ഇരിക്കുവാണല്ലോ എന്നോർത്ത് വിളിച്ചതാ. തരും വേറെ രണ്ടീയും ആന കയറി നിന്ന കാണുകയില്ലാത്ത കാടാ. അതുകൊണ്ടല്ലേ നീ വേറെ ആരെയും വിളിക്കാതെ എന്നെ വിളിച്ചത്. ആരെ വിളിച്ചാലും കൂലി കൊടുക്കണം. ചേച്ചി വെറുതെ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്താ ചേച്ചിയെ വിളിച്ചത്. അതിപ്പോ കുറ്റമായി. ആനക്കാടി അന്നേരം അതിന്റെ ഇടയ്ക്ക് നിധികുംഭം തേടി പോവാ. അതെന്റെ ആവശ്യം. ആ, എന്നിട്ട് കിട്ടിയല്ലോ ഇപ്പൊ നിധികുംഭം. നിന്റെ ഒരുത്തിയുടെ നാക്കിന്റെ ദോഷം. എന്നാ ഇനിയിപ്പോ പണിയണ്ട ചേച്ചി, അടുത്ത പറമ്പിൽ പോയി നോക്ക്, വല്ലതും കിട്ടുമോന്നറിയാം.